കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിലേക്കുള്ള LDFിൻ്റെ സ്ഥാനാർത്ഥി പട്ടിക ഇന്ന് പ്രഖ്യാപിക്കുകയുണ്ടായി. ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായൊരു സ്ഥാനാർത്ഥിത്വമാണ് SFI നേതാവ് കൂടിയായിട്ടുള്ള താജുദ്ദീൻ നാദാപുരം ഡിവിഷനിൽ നിന്നാണ് മത്സരിക്കുന്നത്. SFIയുടെ കേന്ദ്ര കമ്മിറ്റി അംഗമാണ്. ഏതായാലും വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ നിന്ന് പെട്ടെന്നൊരു പോക്കാണ്. ഒരു ജില്ലാ പഞ്ചായത്ത് മെമ്പറായിക്കൊണ്ടുള്ള പ്രവർത്തനം എത്രത്തോളമായിരിക്കും? ഒരു ഭാരിച്ച ഒരു ഉത്തരവാദിത്തമാണ് പാർട്ടി വിശ്വസിച്ച് ഏൽപ്പിക്കുന്നത്. നേരത്തെ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനത്തിലൂടെയാണ് പൊതുപ്രവർത്തന മേഖലയിൽ ഇങ്ങനെ കേന്ദ്രീകരിക്കുന്നത്. അപ്പോൾ നേരത്തെ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ഡിവിഷൻ നേരത്തെ ഞാൻ നാദാപുരത്ത് SFIയുടെ ഭാരവാഹിയായി പ്രവർത്തിച്ച ഒരു അനുഭവമുള്ള പ്രദേശമാണ്. അവിടുത്തെ ക്യാമ്പസുകളിലും അതുപോലെ തന്നെ അവിടുത്തെ തെരുവുകളിലെല്ലാം സമരം സംഘടിപ്പിക്കാനും അവിടുത്തെ വിദ്യാർത്ഥികളെ സംഘടിപ്പിച്ച് വലിയ വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ എല്ലാം ഒരു ആത്മവിശ്വാസത്തിലാണ് ഈ സ്ഥാനാർത്ഥിത്വം എന്നുള്ളത് തന്നെയാണ് വിശ്വസിക്കുന്നത്. വളരെ ചെറിയ പ്രായവുമാണ്. നേരത്തെ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി കാലിക്കറ്റ് സർവകലാശാലയിൽ സിൻഡിക്കേറ്റിലും സെനറ്റിലും എല്ലാം മത്സരിച്ച് വിജയിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു പൊതുപ്രവർത്തന രംഗത്തേക്ക് പൊതു തെരഞ്ഞെടുപ്പിലേക്ക് ആദ്യമായാണ് എന്നെ സംബന്ധിച്ചിടത്തോളം അരിവാൾ ചുറ്റിയ നക്ഷത്രത്തിൽ മത്സരിക്കാൻ കഴിയുന്നു എന്നത് വലിയ പ്രതീക്ഷ നൽകുന്നതാണ്. ഇത്തവണ കേരളത്തിൽ ഇടതുപക്ഷത്തിന് അനുകൂലമായ ഒരു പ്രത്യേകമായ രാഷ്ട്രീയ സാഹചര്യം രൂപപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് വലിയ വിജയപ്രതീക്ഷ തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ നാദാപുരം ഡിവിഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. LDF പാനലിൽ തിളങ്ങി നിൽക്കുന്നവരൊക്കെ തന്നെ SFI നേതാക്കളൊക്കെയാണ്. അതെ, നേരത്തെയും ഈ പാനൽ വെക്കുന്ന സമയത്ത് SFIയെ പരിഗണിക്കാവുന്ന ഒരു സാഹചര്യമുണ്ട്. അത് ഞങ്ങളുടെ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനത്തിൻ്റെ ഞങ്ങൾക്കുള്ള ഒരു അനുഭവവും അത് പാർട്ടി എന്നുള്ള നിലയിലും മുന്നണി എന്നുള്ള നിലയിലും വലിയ നിലയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി കഴിയും എന്ന വിശ്വാസ്യതയാണ് SFIക്ക് കിട്ടുന്ന പരിഗണന എന്ന് തന്നെയാണ് ഞങ്ങളെല്ലാം വിശ്വസിക്കുന്നത്. ഈ LDFിൻ്റെ വികസന പ്രവർത്തനങ്ങളൊക്കെ തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ തെരഞ്ഞെടുപ്പിൽ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ചർച്ചയാകും എന്ന് കരുതുന്നുണ്ടോ? തീർച്ചയായും. ഇപ്പോൾ നവംബർ 1 പ്രഖ്യാപനം വലിയ നിലയിൽ ഇപ്പോൾ കേരളം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷമാണ് നേരത്തെ UDF ഹാൻഡിലുകളിൽ നിന്ന് വ്യത്യസ്തമായ കള്ളപ്രചാരവേല ഇതിനെ പ്രതിരോധിക്കുന്നതിന് വേണ്ടി എങ്ങനെയാണ് ഈ ക്ഷേമ പെൻഷൻ ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥികൾക്കുള്ള സ്കോളർഷിപ്പ് നമുക്ക് മറ്റൊരു സംസ്ഥാനത്തിനും കാണാൻ വേണ്ടി കഴിയില്ല, കേരളത്തിൽ മാത്രം നടപ്പിലാക്കിയതാണ്. ഞാൻ ഉൾപ്പെടുന്ന വിദ്യാർത്ഥി സമൂഹത്തിന് മത്സര പരീക്ഷയ്ക്ക് ഉൾപ്പെടെ പഠിക്കുന്ന വിദ്യാർത്ഥികൾ, ഇപ്പോൾ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ആളുകൾക്ക് ഒരു പഠന സഹായം നൽകുകയാണ് കേരളത്തിലൊരു ഗവൺമെൻറ്. അപ്പോൾ അങ്ങനെയുള്ള പ്രഖ്യാപനങ്ങൾ, സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടി പ്രത്യേകമായ പെൻഷൻ, ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിച്ചു, ഇങ്ങനെ ആശ, അംഗനവാടി തുടങ്ങി സമസ്ത മേഖലയിലും പ്രവർത്തിക്കുന്ന ആളുകളെ ചേർത്ത് പിടിച്ചുള്ള പ്രഖ്യാപനം ഉണ്ടായതിൻ്റെ തുടർച്ചയിൽ ഒരു തെരഞ്ഞെടുപ്പ് വരുന്നു. അപ്പോൾ സ്വാഭാവികമായും ജനങ്ങൾ ചിന്തിക്കുന്നത് കേരളത്തിൽ ഇടതുപക്ഷത്തിൻ്റെ ഭാഗമായി മത്സരിക്കുന്ന ആളുകൾക്ക് വോട്ട് ചെയ്യണം എന്നുള്ളതാണ്. ആ കാഴ്ചപ്പാട് ഇപ്പോൾ പ്രത്യക്ഷമായി തന്നെ ഈ നാട്ടിലെ എല്ലാവരുടെയും, കേരളത്തിലായാലും നമ്മുടെ കോഴിക്കോട് ജില്ലയിൽ പ്രത്യേകിച്ച് വലിയ വികസന പ്രവർത്തനങ്ങൾ കഴിഞ്ഞ കാലങ്ങളിലെല്ലാം ജില്ലാ പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ നടന്നിരുന്നു. അപ്പോൾ അത് ഈ നിലയിൽ വരാൻ വേണ്ടി പോകുന്ന തെരഞ്ഞെടുപ്പിൽ ചർച്ചയാവും എന്ന് തന്നെയാണ് ഇപ്പോഴും പ്രതീക്ഷിക്കുന്നത്. ജില്ലാ പഞ്ചായത്ത് അംഗമായതിനു ശേഷമുള്ള SFI പ്രവർത്തനം എങ്ങനെയായിരിക്കും? അല്ല, അത് ഒരേ ഘട്ടത്തിൽ തന്നെ രണ്ട് ചുമതല ഞങ്ങൾ എല്ലാ ഘട്ടത്തിലും നിർവഹിക്കാറുണ്ട്. ഒരേ സമയത്ത് വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനത്തിനിടയിലും പാർട്ടി പ്രവർത്തനവും നിർവഹിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ അതും ആ നിലയിൽ തന്നെ നിർവഹിക്കാൻ കഴിയും. ഇപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ, സെനറ്റ് മെമ്പറായിരിക്കുമ്പോൾ സെനറ്റ് യോഗത്തിൽ പങ്കെടുക്കുന്നതിനും വിദ്യാർത്ഥികളുടെ സമരങ്ങൾക്ക്, വിദ്യാർത്ഥികളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ശക്തമായി പ്രതിഷേധിക്കുകയും ശബ്ദമുയർത്തുന്ന ഘട്ടത്തിൽ തന്നെ സംഘടനാ പ്രവർത്തനം ഒരു ഭാഗത്ത് പഠനവും ആ നിലയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ ഇതും മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്നുള്ള ശുഭപ്രതീക്ഷയാണ് പങ്കുവെക്കാൻ. SFIയുടെ ജില്ലാ കമ്മിറ്റിയൊക്കെ നാദാപുരം കേന്ദ്രീകരിച്ചായിരിക്കും? അതെ, ഇപ്പോൾ ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് ഒഴിവായിട്ടുണ്ട്. കഴിഞ്ഞ അഖിലേന്ത്യാ സമ്മേളനത്തോടു കൂടി കേന്ദ്ര കമ്മിറ്റി ആയതുകൊണ്ട് സംസ്ഥാന കേന്ദ്രത്തിലാണ് ഇപ്പോൾ പ്രവർത്തനമുള്ളത്. ആരെങ്കിലും വരോ? എല്ലാവരും പങ്കുവച്ചിട്ടുണ്ട്. സംസ്ഥാന സെക്രട്ടറി സഞ്ജീവ്, ശിവപ്രസാദ് ഉൾപ്പെടെയുള്ള ആളുകൾ എത്താം എന്ന് അറിയിച്ചിട്ടുണ്ട്. വ്യക്തിപരമായി സഞ്ജീവ് തൊട്ടപ്പുറത്തുള്ള പാനൂരാണ്. ഞങ്ങൾ ഒരേ സമയം അപ്പുറത്തും ഇപ്പുറത്തും നാദാപുരത്തും പാനൂരും ഭാരവാഹികളായിരുന്ന ആളാണ്. ഇപ്പോൾ അദ്ദേഹം അവിടെ കേന്ദ്രീകരിച്ചാണ് തെരഞ്ഞെടുപ്പ് പ്രവർത്തനം നേതൃത്വം കൊടുക്കുന്നത്. അന്ന് എല്ലാവരും എത്താം എന്ന് അറിയിച്ചിട്ടുണ്ട്. കേന്ദ്ര കമ്മിറ്റിയുടെ സഖാക്കളും കേന്ദ്ര കമ്മിറ്റിയുടെ ഭാരവാഹികളും എല്ലാം വലിയ സന്തോഷം ഇതുമായി ബന്ധപ്പെട്ട് പങ്കുവച്ചിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൻ്റെ ഭാഗമാകാം എന്നും അറിയിച്ചിട്ടുണ്ട്. അതായത് വിജയത്തിൽ കുറഞ്ഞതൊന്നും പ്രതീക്ഷിക്കുന്നില്ല? ഇല്ല, വിജയം തന്നെയാണ്. തീർച്ചയായും ഈ കാലഘട്ടത്തിൽ നമ്മൾ പറയുന്ന രാഷ്ട്രീയത്തോട് കേരളത്തിലെ ജനങ്ങൾ മതനിരപേക്ഷ കാഴ്ചപ്പാട് ഉയർത്തിപ്പിടിക്കുന്ന ആളുകളെല്ലാം ചേർന്ന് നിൽക്കുന്ന ഒരു അനുഭവമുണ്ട്. അതിൻ്റെ ഭാഗമായി നാദാപുരം ഡിവിഷനിലും ഇത്തവണ വലിയ വിജയം, കേരളത്തിലെ പൊതു തെരഞ്ഞെടുപ്പിൻ്റെ മുന്നേറ്റത്തിന് ഉതകുന്ന നിലയിലേക്ക് നാദാപുരം ഡിവിഷന് മാറും. വിജയപ്രതീക്ഷ തന്നെയാണ് ഇതിൻ്റെ ഭാഗമായി പങ്കുവെക്കാൻ വേണ്ടിയിട്ടുള്ളത്. ഏതായാലും തികഞ്ഞ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് SFIയുടെ കേന്ദ്ര കമ്മിറ്റി അംഗം കൂടിയായിട്ടുള്ള താജുദ്ദീൻ. അദ്ദേഹം നാദാപുരത്ത് നിന്നാണ് മത്സരിക്കുന്നത്. തികഞ്ഞ ആത്മവിശ്വാസത്തോടുകൂടി തെരഞ്ഞെടുപ്പിനെ നേരിടും. അതോടൊപ്പം തന്നെ വിദ്യാർത്ഥി രാഷ്ട്രീയവും മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമെന്നുള്ളൊരു ആത്മവിശ്വാസമാണ് അദ്ദേഹം പങ്കുവെക്കുന്നത്. ക്യാമറമാൻ ജിഷ്ണു മീനാങ്ങാടിക്കൊപ്പം സലാം മുഹമ്മദ്, മീഡിയ 1, കോഴിക്കോട്.